നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും ഓഡിറ്റിൽ ഗുരുതരമായ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡിജിറ്റൽ പണമിടപാടുകളുടെ കൃത്യമായ അക്കൌണ്ടിംഗ് ഉറപ്പാക്കുന്ന സംവിധാനം ദേവസ്വത്തിലില്ലെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പരാമർശം ഉന്നയിച്ചത്. ദേവസ്വത്തിന്റെ ഒരു തരി സ്വർണമോ വെള്ളിയോ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളോ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നേർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അഴിമതി ആരോപണം. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പുളിച്ചിറക്കെട്ടുകുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം. നഗരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ആരോപണം വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് നഗരസഭാ ചെയർമാൻ AH അക്ബർ. മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ വഴിമാറി എഴുതിയ K. ദാമോദരന്റെ വിപ്ലവകരമായ പാട്ട് ബാക്കി ഗുരുവായൂർ ടൗൺ ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറി. 90 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട നാടകം വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളുമായി ഇണക്കിച്ചേർത്ത് തികച്ചും നവീനമായ ദൃശ്യാവിഷ്കാരമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്ന നിഗമനം. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും ഓഡിറ്റിൽ ഗുരുതരമായ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡിജിറ്റൽ പണമിടപാടുകളുടെ കൃത്യമായ അക്കൌണ്ടിംഗ് ഉറപ്പാക്കുന്ന സംവിധാനം ദേവസ്വത്തിലില്ലെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പരാമർശം ഉന്നയിച്ചത്. ഓൺലൈൻ വഴിപാടുകൾ, POS മെഷീനുകൾ, QR കോഡ് വഴിയുള്ള ഹുണ്ടി, കാർഡ് പേയ്മെന്റുകൾ തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവയിലൂടെ ലഭിക്കുന്ന തുകയുടെ കൃത്യമായ അക്കൌണ്ടിംഗ് ഉറപ്പാക്കാനുള്ള സംവിധാനം നിലവിലില്ല. ഭക്തർക്ക് നൽകിയ രസീതിന്റെ റീപ്രിന്റ് സൗകര്യം അടക്കമുള്ള വിഷയങ്ങളിൽ വിശദീകരണം ചോദിച്ചുവെങ്കിലും ദേവസ്വം മറുപടി നൽകിയിട്ടില്ല. 2011-2012 മുതൽ 2019-20 വരെയുള്ള കാലയളവിൽ 54.59 കോടി രൂപയുടെ ഓഡിറ്റ് എതിർപ്പുകളും 107.92 കോടിയിലധികം നഷ്ടമായി കണക്കാക്കിയ തുകയും ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. ക്ഷേത്രത്തിലെ സ്വർണം, ആഭരണങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ വാർഷിക ഭൗതിക പരിശോധന കഴിഞ്ഞ 43 വർഷമായി നടത്തിയിട്ടുമില്ല. വിലയേറിയ വഴിപാടുകളായ വെങ്കലപാത്രങ്ങൾ, കാശ്മീരി കുങ്കുമപ്പൂ തുടങ്ങിയവ പോലും കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണ സുതാര്യത ഉറപ്പാക്കണമെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. വരവ്, ചെലവ്, വഴിപാടുകൾ, കരാറുകൾ, സ്റ്റോക്കുകൾ, സ്വത്തുക്കൾ എന്നിവയെല്ലാം തത്സമയം നിരീക്ഷിക്കാനാകുന്ന സമഗ്ര ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കാനുള്ള സാധ്യത പരിശോധിക്കുകയും വേണം. ഇതിനായി ഒരു വിദഗ്ധ സ്ഥാപനത്തെ നിയോഗിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. നിലവിലെ ഓഡിറ്റിന്റെ സ്ഥിതി നേരിട്ടറിയിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറോട് അടുത്ത ദിവസം തന്നെ നേരിട്ട് ഹാജരാകുവാനും കോടതി ഉത്തരവിട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒരു തരി സ്വർണമോ വെള്ളിയോ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളോ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ പറഞ്ഞു. ഹൈക്കോടതി പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം വസ്തുവകകൾ സംബന്ധിച്ച് കൃത്യമായ കണക്കും രജിസ്റ്ററും സൂക്ഷിക്കുകയും മറ്റ് നിയമപരമായ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഹൈക്കോടതി അതത് കാലത്ത് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം പരിശോധന നടത്തുകയും ഭണ്ഡാരം തുറക്കുകയും എണ്ണുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിഭാഗമാണ് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം നാളെ കോടതിയിൽ വിശദീകരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാക്കും. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണവും വെള്ളിയും ഗുരുവായൂരപ്പന് ആവശ്യമായതൊഴികെ ബാക്കിയെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിന്റ് എന്ന സ്ഥാപനം പരിശോധിച്ച് മുംബൈയിൽ എത്തിച്ച് ഉരുക്കി ബാറുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭണ്ഡാരം തുറന്നു എണ്ണുന്നത് ബാങ്കുകാരാണ്. കൃത്യമായ കണക്ക് സൂക്ഷിച്ച് വഴിപാട് പണം അവർ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം വളരെ സുതാര്യമായിട്ടാണ് നടക്കുന്നത്. ഹൈക്കോടതിയുടെ പരാമർശം പരിശോധിച്ച് അപാകത തീർക്കൽ ദേവസ്വത്തിന്റെ ബാധ്യതയാണ്. ഓഡിറ്റിന് വരുന്നവരുമായി സഹകരിച്ച് വേണ്ട സൗകര്യം ചെയ്തു നൽകാറുണ്ട്. ഇതിന് ജീവനക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംശയവും വേണ്ട, ആവശ്യമായ കർശന നടപടി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു പരാമർശം വന്നതെന്ന് അറിയുന്നില്ല. പഴയ ഫയലുകളാണ്,
അതെല്ലാം പരിശോധിക്കും. ഞങ്ങളെ ഇങ്ങനെ ഒരു പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നത് വളരെ ഗൗരവമായി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ഞങ്ങൾ ചെയ്യും. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നേർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ വടക്കേക്കാട് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച പ്രതി ഇരു കൈകളിലും ബന്ധിപ്പിച്ച വിലങ്ങ് ഒരു കൈയിലേക്ക് മാറ്റിയ സമയത്ത് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. പുന്നേർകുളം കുന്നത്തൂർ ബാറിന് മുന്നിലുണ്ടായ അടിപിടിയിൽ വടക്കേക്കാട് മുരിയന്തടം കോതോട്ടിൽ വിഷ്ണു യാദവിനെ ചെവിയിലും തലയിലും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലായിരുന്നു അറസ്റ്റ്. കാപ്പ കേസിൽ ഉൾപ്പെടെ നിരവധി അടിപിടി കേസുകളിലും ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഇയാൾ. കസ്റ്റഡിയിൽ നിന്നും വധശ്രമ കേസ് പ്രതി ഓടി രക്ഷപ്പെട്ട സംഭവത്തിൽ 4 പോലീസുകാരെ കഴിഞ്ഞ ദിവസം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ചാവക്കാട് നഗരസഭയിൽ അഴിമതി ആരോപണം. കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തുടർന്ന് നഗരത്തിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭയുടെ കീഴിലുള്ള പുളിച്ചിറക്കെട്ട് കുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി ആരോപിച്ചാണ് പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. പദ്ധതി നിർവഹണത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം. പുളിച്ചിറക്കെട്ട് കുളം പദ്ധതിയിൽ 40 ലക്ഷം രൂപയുടെയും മിനി വാഗമണിൽ 3 ലക്ഷത്തിലധികം രൂപയുടെയും അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. രൂപയാണ് പദമാറ്റി. മറ്റൊന്ന്, മണത്തല പുളിച്ചിറക്കെട്ടിൽ 50 ലക്ഷം രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞ് അവിടെ ചെളി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും അവിടെ നീന്തൽക്കുളം കൊണ്ടുവരുന്നതിന് വേണ്ടിയും പറഞ്ഞ് 50 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയും. അവിടെ 15 ലക്ഷം രൂപയുടെ ചെലവ് പോലും വന്നിട്ടില്ല. വൻ അഴിമതിയാണ് ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള വൗച്ചർ എഴുതി ഈ നഗരസഭയിലെ സാധാരണക്കാരൻ്റെ പണം തട്ടിയെടുക്കുകയാണ് ഈ നഗരസഭ. മിനി വാഗമൺ പദ്ധതി പ്രദേശത്ത് 50,000 രൂപയുടെ പണികൾ പോലും നടന്നിട്ടില്ലെന്നും ഇതിനായി 3 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചതായി കണക്കുകൾ കാണിച്ചിരിക്കുകയാണ്. പുളിച്ചിറക്കെട്ട് കുളം ആകെ 15 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളതെന്നും ബാക്കി തുക മുഴുവൻ അഴിമതി നടത്തുകയാണ് ചെയ്തതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അടുത്ത യോഗത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാമെന്ന് ചെയർമാൻ ഉറപ്പു നൽകിയിരുന്നതാണെന്നും ഇതിനായി 12 കൌൺസിലർമാർ ഒപ്പിട്ട നിവേദനം നൽകിയിട്ടും ഇന്നത്തെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ ചെയർമാൻ അനുവദിച്ചില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. ഇറങ്ങിപ്പോക്കിനു ശേഷം ഭരണസമിതിയുടെ അഴിമതിക്കും വഞ്ചനയ്ക്കുമെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രതിപക്ഷ നേതാവ് സി ഗോപപ്രതാപൻ, കൌൺസിലർമാരായ ആരിഫ്, ആഷിഫ് പാലയൂർ, ജോയ്സി ടീച്ചർ, ഷെമി സത്താർ, സുജാത സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിലെ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണം പ്രഹസനവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ചെയർമാൻ AH അക്ബർ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു നഗരസഭാ അധ്യക്ഷൻ. മിനി വാഗമൺ ലഹരി സംഘങ്ങളുടെ കേന്ദ്രമാക്കാനുള്ള ശ്രമമായിരുന്നെന്നും ഇത് തടഞ്ഞ് മേഖലയിൽ ശുചീകരണം നടത്തി സഞ്ചാരികളെ ആകർഷിക്കുന്നതാക്കി മാറ്റിയിട്ടുണ്ട്. പുളിച്ചിറക്കെട്ട് പദ്ധതിയിലും അപാകതയില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പദ്ധതികളെ പ്രതികൂലമായി ബാധിക്കുന്ന പുതിയ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ നഗരസഭാ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നെന്നും സാധാരണക്കാരുടെ ജീവിതത്തെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അതിജീവനത്തെയും പ്രതിസന്ധിയിലാക്കുന്ന ഫണ്ട് വെട്ടിക്കുറയ്ക്കലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നഗരസഭയിൽ ഉയർന്നതെന്നും ചെയർമാൻ പറഞ്ഞു. ചാവക്കാട് നഗരസഭയ്ക്ക് ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ് വന്നതിന് ശേഷം 3.5 കോടി ഉറുപ്പിയോളം വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. 4.25 കോടിയിൽ 1.25 കോടിയാണ് തന്നിട്ടുള്ളത്. ബാക്കി അനുവദിച്ച ഫണ്ട് ഇപ്പോൾ ചെലവഴിക്കേണ്ടതില്ല എന്ന സർക്കുലർ വന്നിരിക്കുക. വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കാൻ വേണ്ടി പോകുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെക്കാനുള്ള പണം, അതേപോലെ വയോധികർക്കുള്ളത്, ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക്, പട്ടികജാതി ജനവിഭാഗങ്ങളുടെ എല്ലാ ഫണ്ടും വെട്ടിക്കുറച്ചു. ഒക്കെ സ്തംഭിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രമേയം ഞങ്ങൾ അവതരിപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഇവർ ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിർണായക പ്രമേയം കൌൺസിലിൽ ചെയർമാൻ അവതരിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാർ എതിർപ്പുമായി രംഗത്തെത്തി. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കഥ ചമയ്ക്കുകയും അടിസ്ഥാനമില്ലാത്ത അഴിമതി ആരോപണം ഉന്നയിക്കുകയുമായിരുന്നു പ്രതിപക്ഷമെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി. ഇവിടെ ഈ നഗരസഭാ ഭരണം നടത്തുന്നവരാണോ
25 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ഒരു നയാ പൈസയുടെ അഴിമതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഭരണസമിതിയുടെ തുടർച്ചയാണത്. ഇതിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അഴിമതിക്കാരുടെ നേതൃത്വമാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആരാണ് അഴിമതിക്കാരെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന സർക്കാരിന്റെ ജനദ്രോഹ നിലപാടുകളാണ് പ്രമേയത്തിലൂടെ തുറന്നുകാട്ടിയതെന്നും വികേന്ദ്രീകരണ പ്രക്രിയ ദുർബലപ്പെടുത്തുന്ന ഈ സാമ്പത്തിക വെട്ടിക്കുറയ്ക്കലുകൾ തിരുത്തി ഫണ്ട് പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നും എച്ച് അക്ബർ പറഞ്ഞു. 2024-25 വർഷത്തെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിച്ച് UDF കൌൺസിലർമാർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അജണ്ടയ്ക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ CA ഗോപപ്രതാപന്റെ നേതൃത്വത്തിൽ ബഹളമുണ്ടാക്കി ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ചെയർമാൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴാണ് സംശയം ബലപ്പെട്ടത്. കണക്കുകൾ പലതും യോജിക്കുന്നില്ലെന്നും പരിശോധന നടത്തിയവർ പറയുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തുടങ്ങിയ പരിശോധന ഇന്നലെ പുലർച്ചെ 5 മണി വരെയും ഇന്നലെ രാവിലെ 9 തുടങ്ങിയ പരിശോധന വൈകിട്ട് വരെയും നീണ്ടു. അവധി ദിവസമായിട്ടും ജീവനക്കാർ കണക്ക് പരിശോധിക്കാൻ എത്തിയിരുന്നു. കെട്ടിട നികുതി സ്വന്തം ബാങ്ക് അക്കൌണ്ടിലേക്ക് മാറ്റി പഞ്ചായത്ത് ക്ലർക്ക് PS സാജിത്താണ് തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനത്തോടെ ഇത്തരത്തിൽ 3,76,641 രൂപ തട്ടിയെടുത്തത് ഇദ്ദേഹം പഞ്ചായത്തിന്റെ അക്കൌണ്ടിലേക്ക് തിരിച്ചടച്ചിരുന്നു. കണക്കുകളിൽ കണ്ട വ്യത്യാസം വിശദമായി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. 4 വർഷമായി സാജിത്ത് പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് നിഗമനം. പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു. നിലവിലെ പാലം പൊളിച്ചതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുന്നതിനു വേണ്ടി താൽക്കാലിക ബണ്ട് റോഡ് നിർമ്മിച്ചിരുന്നു. കനത്ത മഴയിൽ പുഴയിൽ വെള്ളം കുത്തിയൊലിച്ചൊഴുകിയതിനെ തുടർന്ന് ഈ ബണ്ട് റോഡ് തകർന്നിരുന്നു. ഇതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. AC മൊയ്തീൻ MLA ഇടപെടലിന്റെ ഭാഗമായാണ് പുതിയ ഇരുമ്പു നടപ്പാലം നിർമ്മിച്ചത്. AC മൊയ്തീൻ MLA നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷ പ്രബിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, വേലൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ KV അഷ്ന, മെമ്പർമാരായ ബിന്ദു നന്ദൻ, ശ്രീമതി ജനാർദ്ദനൻ, മുൻ പ്രസിഡന്റുമാരായ S ബസന്തലാൽ, TR ഷോബി തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നു. കാലവർഷത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. മഴയൊഴിഞ്ഞാൽ പാലത്തിന്റെ പ്രധാന സ്ലാബ് വാർപ്പ് നടത്തും. 5,07 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ഏകാധിപത്യ ഭരണ സംവിധാനത്തെ ശക്തമായി സമരത്തിലൂടെ വിദ്യാർത്ഥികൾ മുട്ടുകുത്തിച്ചുവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് MLA. CPI കാട്ടകാമ്പ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ MA രാജൻ അനുസ്മരണവും അനുമോദന സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ രാഷ്ട്രീയം വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ വിദ്യാർത്ഥികളെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ വ്യക്തമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കാരായ വലിയൊരു ജനവിഭാഗത്തിന്റെ പിന്തുണ ഈ സമരം നേടിയെടുത്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഷാജി ജോർജ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രവീന്ദ്രൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, KT ഷാജൻ മാസ്റ്റർ, ബബിത ഫിലോ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിലെ കലാകായിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ചവരെയും വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി ആദരിച്ചു. മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ വഴിമാറി എഴുതിയ K ദാമോദരന്റെ വിപ്ലവകരമായ പാട്ടബാക്കി ഗുരുവായൂർ ടൗൺ ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറി. 90 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട നാടകം വർത്തമാനകാല സാമൂഹിക സാഹചര്യങ്ങളുമായി ഇണക്കിച്ചേർത്ത് തികച്ചും നവീനമായ ദൃശ്യാവിഷ്കാരമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. പട്ടിണിയിൽ നിന്ന് കരകയറാൻ സ്വന്തം ശരീരം വിൽക്കേണ്ടി വന്ന പഴയകാല കുഞ്ഞുമാളുവിന് പകരം ആർക്കും മുന്നിൽ തലകുനിക്കാതെ സ്വന്തമായി തൊഴിലെടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ഇന്നത്തെ പെണ്ണിന്റെ പ്രതിരോധമാണ് പുതിയ ആവിഷ്കാരത്തിലൂടെ അവതരിപ്പിച്ചത്. കഥാസന്ദർഭം ഒട്ടും ചോരാതെയാണ് സംവിധായകൻ പ്രദീപ് നാരായണനും തിരക്കഥാകൃത്ത് പ്രദീപ് ശിവശങ്കറും ചേർന്ന്
പുനരാഖ്യാനം ഒരുക്കിയത്. സദസ്സിനിടയിലൂടെ തുള്ളിവരുന്ന വെളിച്ചപ്പാടും തോറ്റം പാടിയെത്തുന്ന ഐവർക്കളിയും നാടകത്തിന് തികച്ചും പുതിയൊരു ദൃശ്യാനുഭവവും പുതുമയും സമ്മാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിന്റെ ഭാഗമായി 1936 വയലത്തൂർ കടലായിമനയിൽ രൂപം കൊണ്ട പാട്ടബാക്കി കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ഇന്നും പ്രസക്തമാണെന്ന് നാടകം വീണ്ടും തെളിയിച്ചു. ഞമനേങ്ങാട് തിയേറ്ററിനു കീഴിൽ അണിനിരന്ന 40ഓളം കലാകാരന്മാർ അരങ്ങിൽ വിസ്മയം തീർത്തു. കുഞ്ഞുമാളുവായി രാഗിണി കൊടുങ്ങല്ലൂരും അമ്മച്ചെറുട്ടിയായി സീരിയൽ നടി രജനി മുരളിയും വേഷമിട്ടു. ചലച്ചിത്ര സംവിധായിക അനുപമ മേനോൻ, സുനിൽ ചന്ദ്രൻ, രാജൻ പുഷ്പാഞ്ജലി, വേലായുധൻ പല്ലവി, മുരളി കോലഴി, സത്യൻ കണ്ടാണിശ്ശേരി എന്നിവർക്കൊപ്പം 8 വയസ്സുകാരനായ നൈനാനും 75കാരിയായ കോട്ടപ്പടി സ്വദേശിനി മേരി ജേക്കബും അരങ്ങിലെത്തി ശ്രദ്ധ നേടി. കൂനമുച്ചി കലാ ഓഡിറ്റോറിയത്തിലെ ഒരാഴ്ച നീണ്ട റിഹേഴ്സൽ ക്യാമ്പിനു ശേഷമാണ് നാടകം ഗുരുവായൂരിൽ ആദ്യ അവതരണത്തിനായി എത്തിയത്. കുന്നുകൂടുന്ന ജീവിത പ്രശ്നങ്ങൾക്കിടയിലും ചെറുത്തുനിൽപ്പിന്റെ സന്ദേശം പകർന്ന പാട്ടബാക്കിയുടെ ഈ പുതിയ അരങ്ങേറ്റം സാംസ്കാരിക കേരളത്തിന് വലിയൊരു അനുഭവമായി മാറി. ചാവക്കാട് തൊട്ടാപ്പിൽ പെട്ടി ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആനന്ദവാടിയിൽ ഓക്സിജൻ സിലിണ്ടർ കയറ്റിവന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിന്റെ ഡ്രൈവറായ തൊട്ടാപ്പ് സ്വദേശി ഫാറൂഖ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആനന്ദവാടി ഐസ് പ്ലാന്റിന് സമീപം തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വെൽഡിംഗ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറുകളുമായി സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഐസ് പ്ലാന്റിന്റെ മുൻവശത്തെ ട്രാൻസ്ഫോമർ പോസ്റ്റിൽ ഇടിച്ചാണ് വാഹനം നിന്നത്. വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചതിനെ തുടർന്ന് വലിയൊരു അപകട സാധ്യത ഉണ്ടായെങ്കിലും തലനാരിഴയ്ക്ക് ഒഴിവായി. ഇടിയുടെ ആഘാതത്തിൽ പെട്ടി ഓട്ടോയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ആദര സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. അകലാട് AM UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു, പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MB ഹൈദരാലി, KP ഉമ്മർ, PM നസീർ, KK ഷുക്കൂർ, ബാങ്ക് ഡയറക്ടറും പഞ്ചായത്ത് മെമ്പർമാരുമായ സലിം കുന്നമ്പത്ത്, ബൽക്കിസ് ഖാലിദ്, ബാങ്ക് ഡയറക്ടർമാർ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2, VHSC പരീക്ഷകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിജയം നേടിയവർ, പഞ്ചായത്തിലെ മികച്ച കർഷകർ, ജീവൻ രക്ഷാ പ്രവർത്തകർ തുടങ്ങിയവരെയാണ് ആദരിച്ചത്. മലയാളത്തിന്റെ വാനമ്പാടിക്ക് 63ാം പിറന്നാൾ. സ്വരമാധുര്യം കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന ഗായികയാണ് KS ചിത്ര. പതിറ്റാണ്ടുകളായി സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ചിത്ര തന്റെ അനുപമമായ ശബ്ദമാധുര്യം കൊണ്ട് തലമുറകളെ കീഴടക്കുന്ന ഗായികയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ച ചിത്ര സംഗീത ലോകത്ത് സ്വന്തമായി ചരിത്രം സൃഷ്ടിച്ച പാട്ടുകാരിയാണ്. പ്രണയഗാനങ്ങളും ഭക്തിഗാനങ്ങളും വിരഹഗാനങ്ങളും ലളിതഗാനങ്ങളും ഒരേ ഭാവത്തോടെ ആലപിക്കാൻ കഴിയുന്ന അപൂർവ പ്രതിഭയാണ് ചിത്രയെ വേറിട്ട് നിർത്തിയത്. ഏത് ഭാവവും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുന്ന മാന്ത്രികതയാണ് ചിത്ര എന്ന പാട്ടുകാരിയെ ശ്രദ്ധേയയാക്കുന്നത്. 6 തവണ ദേശീയ പുരസ്കാരവും നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഉൾപ്പെടെ അനവധി അംഗീകാരങ്ങൾ ചിത്രയെ തേടിയെത്തിയിട്ടുണ്ട്. പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ച ഗായിക കൂടിയാണ് അവർ. സംഗീതത്തിലെ വിനയവും ലാളിത്യവും ജീവിതത്തിലും കാത്തുസൂക്ഷിക്കുന്ന ചിത്ര ഓരോ മലയാളിയുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന വാനമ്പാടിയാണ്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ. കാലമെത്ര മറഞ്ഞാലും മലയാളികളുടെ ഹൃദയത്തിൽ എന്നും മായാത്ത സ്വരമായി KS ചിത്ര തുടർന്നുകൊണ്ടേയിരിക്കും. മുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ മോഹിക്കുമല്ലോ.
വൈദ്യുതി ക്ഷാമം പരിഹരിക്കാതെ നാടിനെ ഇരുട്ടിലേക്ക് തള്ളിവിട്ട UDF സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. മറ്റം സെന്ററിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ് അധ്യക്ഷനായി. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VV തിലകൻ, KJ ബിജു, അഡ്വക്കേറ്റ് സിന്ധു ഷാജി, KM ജിജിൽ, കബീർ മാസ്റ്റർ, EV മജ്നു എന്നിവർ സംസാരിച്ചു. ₹40 കോടി ചെലവിൽ നിർമ്മിക്കുന്ന ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് സ്ഥലമെടുപ്പിന് 10.5 കോടി രൂപയും പുനരധിവാസ സഹായമായി 40 ലക്ഷം രൂപയും സർക്കാർ സ്പെഷ്യൽ തഹസിൽദാർക്ക് കൈമാറിയെന്ന NK അക്ബർ MLA. ഗുരുവായൂർ നിയോജക മണ്ഡലം പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു MLA. ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ സ്ഥലമെടുപ്പിന്റെ സഹായത്തിനായി രേഖകൾ സമർപ്പിച്ച മുഴുവൻ സ്ഥല ഉടമകൾക്കും പണം ലഭിക്കുന്നുവെന്ന് തഹസിൽദാർ ഉറപ്പുവരുത്തേണ്ടതാണെന്ന് MLA ആവശ്യപ്പെട്ടു. പുന്നേർകുളം കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായും ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ ചേറ്റുവ കായൽ സംരക്ഷണ പ്രവൃത്തി, കടപ്പുറം പഞ്ചായത്ത് കടലേറ്റം തടയുന്നതിന് സൈഡ് ഭിത്തി, മുനിക്കക്കടവ് പ്രദേശത്ത് കായൽ സംരക്ഷണ പ്രവൃത്തികൾ എന്നിവ ആരംഭിച്ചതായും ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ബോട്ട് ജെട്ടി നിർമ്മാണത്തിൽ കരാറുകാരൻ വീഴ്ച വരുത്തിയതിൽ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. കരാറുകാരനെ മാറ്റുന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. മണത്തല സ്കൂളിൽ 2 കോടി രൂപയുടെ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ, കിറ്റ്കോ, പൊതുമരാമത്ത് വകുപ്പ്, സ്കൂൾ അധികൃതർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്തതായും കെട്ടിട നിർമ്മാണം സംബന്ധിച്ച സാങ്കേതിക തടസ്സം ഒഴിവായതായും പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്നും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കൊച്ചന്നൂർ മന്നലാംകുന്ന് റോഡ്, നായരങ്ങാടി ചക്കിത്തറ റോഡ്, അഞ്ഞൂർ പിള്ളക്കാട് റോഡ് എന്നിവയുടെ നിർമ്മാണ നടപടികൾ നടന്നുവരുന്നതായി PWD റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഗേഷ് അറിയിച്ചു. ചേറ്റുവ ഹാർബർ, മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവയിലെ പ്രവൃത്തികൾ ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും ഹാർബർ പ്രവൃത്തികൾ സംബന്ധിച്ച പ്രത്യേക യോഗം ചേരാനും തീരുമാനമായി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രമോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന, വാട്ടർ അതോറിറ്റി, അഡീഷണൽ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, പൊതുമരാമത്ത് റോഡ്, കെട്ടിടപാലം വിഭാഗങ്ങൾ, വാട്ടർ അതോറിറ്റി, KRFB തുടങ്ങിയ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ പള്ളിക്ക് കീഴിലുള്ള മഴുവഞ്ചേരി വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 ലതീഞ്ഞ നൊവേന എന്നിവയുണ്ടായി. ഞായറാഴ്ച രാവിലെ എരനല്ലൂർ ഇടവക ദേവാലയത്തിൽ ലതീഞ്ഞ നൊവേന, ദിവ്യബലി, വിശുദ്ധന്റെ രൂപം എഴുന്നള്ളിക്കൽ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 1:30 വള എഴുന്നള്ളിപ്പ് ആരംഭിച്ച് വൈകിട്ട് കപ്പേളയിലെത്തി സമാപിച്ചു. തുടർന്ന് ലതീഞ്ഞിനും നൊവേനയ്ക്കും നേർച്ച വിതരണത്തിനും ശേഷം ഫാൻസി വെടിക്കെട്ടും ഉണ്ടായി. മഴുവഞ്ചേരി സെന്റ് ജെയിംസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ സെബി പുത്തൂർ, യൂണിറ്റ് പ്രസിഡന്റ് AN വിൻസെന്റ്, തിരുനാൾ കൺവീനർ PK ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിലെ ഹരിതകർമ്മസേന പ്രവർത്തകർക്കും കണ്ടീജൻസി ജീവനക്കാർക്കുള്ള സൗജന്യ കണ്ണട വിതരണം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വിവിധ കൗൺസിലർമാർ, താലൂക്ക് ആശുപത്രി JHI ഷാനിഫ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കണ്ടീജൻസി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കഴിഞ്ഞ ജനുവരി 22-ന് കുന്നംകുളം ടൗൺ ഹാളിൽ ജീവനക്കാർക്കായി സമഗ്ര ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ജീവിതശൈലി രോഗനിർണയം, TB സ്ക്രീനിംഗ്, TB അണുബാധ, സ്പൂട്ടം ടെസ്റ്റ്, HIV എയ്ഡ്സ്, സിഫിലസ് പരിശോധനകൾ, കാഴ്ച പരിശോധന എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയത്. ക്യാമ്പിൽ നടത്തിയ കാഴ്ച പരിശോധനയിൽ 40 ജീവനക്കാർക്ക് കാഴ്ചക്കുറവ് കണ്ടെത്തുകയും കണ്ണട നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർക്ക് സൗജന്യമായി കണ്ണടകൾ അനുവദിച്ചത്. തുടർ നടപടികൾ പൂർത്തിയാക്കി നിലവിൽ മുഴുവൻ പേർക്കും സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുകയായിരുന്നു. കുന്നംകുളം സംഗീത സൗഹൃദം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പിന്നണി ഗായിക S ജാനകി അനുസ്മരണവും സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു. നഗരസഭ ലൈബ്രറി CV ശ്രീരാമൻ ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ സംഗീത സൗഹൃദം കൂട്ടായ്മ പ്രസിഡന്റ് ബാലചന്ദ്രൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന സംഗീത സായാഹ്നത്തിൽ 50-ലേറെ ഗായകർ വിവിധ ഭാഷകളിലായി ജാനകിയമ്മ പാടിയ പാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സംഗീത സൗഹൃദം കൂട്ടായ്മ ഭാരവാഹികളായ കിഷോർലാൽ കക്കാട്, സുനിൽ ചൂണ്ടൽ, ജോയ് ചീരൻ എന്നിവർ നേതൃത്വം നൽകി.
എടക്കളത്തൂർ ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറി അന്നകര കളത്തിപ്പറമ്പിൽ മാധവൻ സ്മരണാർത്ഥം ഓഗസ്റ്റ് 16 മുതൽ 25 വരെ സംഘടിപ്പിക്കുന്ന അഖില കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു. മറ്റം കരിഷ്മ ഓഡിറ്റോറിയത്തിൽ ലോഗോ പ്രകാശനം മണലൂർ MLA പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു. ചിത്രകാരൻ ബാബു വാഗയാണ് ലോഗോ തയ്യാറാക്കിയത്. ചടങ്ങിൽ TD സുനിൽ അധ്യക്ഷനായി. ദേശാഭിമാനി അംഗങ്ങളായ അപ്പു ആളൂർ, ദിലീപ് പൈനിത്തടം, KV ജോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അയനൂർ സ്വദേശിയെ കാണാനില്ലെന്ന് പരാതി. പഴഞ്ഞി അയനൂർ പടിഞ്ഞാറേപ്പുരയ്ക്കൽ വീട്ടിൽ കുഞ്ഞുണ്ണിയുടെ മകൻ മോഹനനെയാണ് കാണാതായത്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 04885 22 22 11 94 97 98 71 34 എന്നീ നമ്പറുകളിലോ അറിയിക്കണം. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂർ പാരീസ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അറുതി വരുത്തി ഉടൻ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാനാവാതെ വർഷങ്ങളായി തകർന്നു കിടന്ന ചൊവ്വല്ലൂർ പാരീസ് റോഡ് ഉടൻ ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ആശാരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചൊവ്വല്ലൂർ പാരീസ് റോഡിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനം DCC സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമാപന പൊതുയോഗം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ KK അഷ്റഫ് ഹാജി, KH ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായി 3-ാം തവണയും ഇടതുപക്ഷ ഭരണം പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഉണ്ടായിട്ടും ഇടതുപക്ഷ MLA കൂടി ഉണ്ടായിട്ടും പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുകയല്ലാതെ പാരീസ് റോഡിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് ചൊവ്വല്ലൂർ മേഖലാ കമ്മിറ്റി ആരോപിച്ചു. UDF സർക്കാർ കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നതിൽ പ്രതിഷേധിച്ച് CPIM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലുവായി സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സുമന സുഗതൻ, TK ശിവൻ, കുഞ്ഞുമോൻ PM, PT ജോസഫ്, VV വിവേക് എന്നിവർ സംസാരിച്ചു. PT ദേവസി, NB ബിജു, PB ബിബിൻ, OS മനോജ്, PA ബൈജു, സ്വപ്ന പ്രദീപ്, NM മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി വീടുകളിൽ മെഴുകുതിരി കത്തിച്ചു. മറ്റം ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 11ാമത് കുടുംബസംഗമവും അവാർഡ് വിതരണവും നടത്തി. മറ്റം കരിസ്മ പാലസിൽ നടന്ന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. എംഫാസ് പ്രസിഡന്റ് VA കൊച്ചുലാസർ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MR വർഗീസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യാതിഥിയായി. സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ VK നാരായണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം സിമി സ്റ്റെൽസൺ, എംഫാസ് സെക്രട്ടറി VC ഗ്ലാഡറെ ജോൺ, ട്രഷറർ KL ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. പഠന, കല, കായിക, സാഹിത്യ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള എംഫാസിന്റെ അവാർഡ് അപ്പു ആളൂരിന് MLA സമ്മാനിച്ചു. അവാർഡ് കമ്മിറ്റി കൺവീനർ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന, ദേശീയ തലത്തിൽ അവാർഡുകൾ നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. യുവ നർത്തകി ഐശ്വര്യ ലക്ഷ്മിയും സംഘവും അവതരിപ്പിച്ച നൃത്യങ്ങളും ആനന്ദൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ PKB കളരി സംഘം അവതരിപ്പിച്ച കളരിപ്പയറ്റും ചടങ്ങിൽ അരങ്ങേറി. എംഫാസ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളുടെ അവതരണവും നടന്നു. കുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ യോവാക്കീമിന്റെയും അന്നയുടെയും തിരുനാൾ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി അധ്യക്ഷനായി. ഡീക്കൻ ക്രിസ്റ്റി ഇടക്കൂടൻ, ഫ്രാൻസിസ്കൻ അൽമായ പ്രസിഡന്റ് TL ജോൺസൺ, വൈസ് പ്രസിഡന്റ് മേഴ്സി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും വിവിധ കലാപരിപാടികളും പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കലും തിരുനാളിന്റെ ഭാഗമായി നടന്നു. ഫ്രാൻസിസ്കൻ സഭ അംഗങ്ങളും ഇടവക വിശ്വാസികളും പങ്കെടുത്തു. മണലൂർ നിയോജക മണ്ഡലത്തിലെ നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പ്രൊജക്ടിന്റെ ആദ്യഘട്ടമായ സാഹിത്യോത്സവത്തിന്റെ പദ്ധതി നിർവഹണ സമിതി രൂപീകരണ യോഗം നടത്തി. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷയായി. സാംസ്കാരിക പ്രൊജക്ടിന്റെ ആദ്യഘട്ടമായ സാഹിത്യോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഓഗസ്റ്റ് 22, 23, 24 തീയതികളിലായി പഞ്ചായത്ത് തലത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി കഥ, കവിത, നിരൂപണം എന്നിവയിൽ രചനാ മത്സരം നടത്തുവാൻ തീരുമാനിച്ചു. നിയോജകമണ്ഡലം തല മത്സരം സെപ്റ്റംബർ 12 നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, സിജി മോഹൻദാസ്,
IN സുധീഷ്, സിനി പ്രസാദ്, കവി ഡോക്ടർ സി രാവുണ്ണി, സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PG സുബിദാസ്, K സുനിൽകുമാർ മാസ്റ്റർ, RM അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു. നിർവഹണ സമിതി ഭാരവാഹികളായി ഡോക്ടർ സി രാവുണ്ണി ചെയർമാൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാരുണ്യസ്പർശം മരണാനന്തര ധനസഹായ വിതരണം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും മുൻ MLAയുമായ ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ അംഗം ആന്റോയുടെ ഭാര്യ പരേതയായ റിൻസിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സഹായധനം ചടങ്ങിൽ കൈമാറി. AKRRDA കുന്നംകുളം താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് O വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PD പോൾ കാരുണ്യസ്പർശം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടലിനെ താലൂക്ക് കമ്മിറ്റി ചടങ്ങിൽ ആദരിച്ചു. അസോസിയേഷൻ കുന്നംകുളം താലൂക്ക് സമിതി സെക്രട്ടറി S നന്ദകുമാർ, വേലൂർ പഞ്ചായത്ത് ഭാരവാഹി ഹരീഷ്, രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. റേഷൻ കടകളിലൂടെ ഉപയോഗയോഗ്യമായ ഗോതമ്പ് വിതരണത്തിന് ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച നടന്ന ചടങ്ങ് തൃത്താല MLA അഡ്വക്കേറ്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്പൂർണ്ണ AI സാക്ഷരത ഉറപ്പാക്കാനായി സ്കൂളുകളിൽ AI ലാബുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. NMMS, USS, ഉറുദു ടാലന്റ് പരീക്ഷ, സംസ്കൃത സ്കോളർഷിപ്പ് തുടങ്ങി വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ വിദ്യാഭ്യാസ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന SPC ക്യാമ്പിൽ പാലക്കാട് ജില്ലയിലെ മികച്ച 2ാമത്തെ കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആരാധ്യയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി മുഖ്യാതിഥിയായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, റിട്ടയർഡ് DEOയും മുൻ സ്കൂൾ പ്രധാന അധ്യാപികയുമായിരുന്ന TS ദേവിക, പഞ്ചായത്ത് അംഗങ്ങളായ A വിജയൻ, ആനി വിനു, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, SMC ചെയർമാൻ റഫീഖ് അവങ്ങാട്ടിൽ, സ്റ്റാഫ് സെക്രട്ടറിമാരായ വിദ്യാവതി, MB ബിജേഷ് കുമാർ, ഡോക്ടർ PC മോളും, റിട്ടയർഡ് അധ്യാപിക AV സുമ, നൌഫൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ സ്വാഗതവും പ്രധാന അധ്യാപിക ഷീന P ശങ്കർ നന്ദിയും പറഞ്ഞു. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU 7ാമത് സംസ്ഥാന സമ്മേളനം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ NK അക്ബർ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്യും. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ UP ജോസഫ്, ദീപ K രാജൻ, LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് സുർജിത് കുമാർ ബോസ്, ജനറൽ സെക്രട്ടറി PG ദിലീപ്, L മഞ്ജുനാഥ്, PN സുധാകരൻ തുടങ്ങിയവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ 250ഓളം പ്രതിനിധികളും സംബന്ധിക്കും. സംഘാടക സമിതി ജനറൽ കൺവീനർ TS ഷെനിൽ, ജില്ലാ പ്രസിഡന്റ് സിജി മോഹൻദാസ്, ഡിവിഷൻ ട്രഷറർ MS മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ലേബർ മൂവ്മെന്റ് തൃശൂർ അതിരൂപത അർദ്ധവാർഷികാഘോഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് മോളി ജോബി അധ്യക്ഷയായി. KLM ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ആമുഖ പ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച KLM അംഗങ്ങളെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഈ വർഷം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച KLM അംഗങ്ങളുടെ മക്കളെ മൊമന്റോ നൽകി ആദരിച്ചു. ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല, ഫെൻജി ആന്റണി, KLM സംസ്ഥാന സെക്രട്ടറി ബിജു ചെറിയത്ത്, ഫാദർ പോൾസൺ തട്ടിൽ, ഫാദർ ഫ്രാൻസിസ് പുതുക്കര, റോബസ് പറപ്പുള്ളി, ബേബി ഡേവിസ്, MP വിൻസൺ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് കബഡി അക്കാദമിക്ക് ജേഴ്സി വിതരണവും ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കൾക്ക് ആദരവും നടത്തി. ജെറുസലേം ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റിയാണ് വിദ്യാർത്ഥികൾക്ക് ജേഴ്സികളും ആദരവും നൽകിയത്. സ്കൂൾ SPC ഹാളിൽ നടന്ന ചടങ്ങ് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അലി കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ക്ഷത്രിയൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹി MG അമൽ, BJP കാട്ടകമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പെരുന്തുരുത്തി, വാർഡ് മെമ്പർ മോനിഷ രജീഷ് എന്നിവർ സംസാരിച്ചു. ദേശീയ സംസ്ഥാന തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അക്കാദമിയിലെ എല്ലാ കുട്ടികൾക്കും പുതിയ ജേഴ്സികൾ വിതരണം ചെയ്തു. സ്കൂൾ കായികാധ്യാപകൻ K സുജേഷ്, കബഡി പരിശീലകൻ ലിജോ C ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,990 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം ചാവക്കാട് പ്രവാസി ലീഗ് നേതാവും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകനുമായിരുന്ന മണത്തല പണിക്ക വീട്ടിൽ കൊട്ടിലിങ്ങൽ മുഹമ്മദ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ബുഷറ ഭാര്യയും ഷംസീർ, ഷഹീൻ, ഷഹാന എന്നിവർ മക്കളുമാണ്. കാട്ടകാമ്പാൽ കിഴക്കുമുറി പടിഞ്ഞാറേപ്പാട്ട് പരേതനായ കൃഷ്ണൻ മകൻ ശങ്കുണ്ണി നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് അയനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തും. ലീലാവതി, ബാലകൃഷ്ണൻ, മുരളീധരൻ, മണികണ്ഠൻ, വിജയൻ, സജിത എന്നിവർ മക്കളാണ്. കേച്ചേരി പട്ടിക്കര വാഴപ്പള്ളി ജോസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. സുമി, സൗമ്യ എന്നിവർ മക്കളാണ്. കുന്നംകുളം ചിറളയം സന്തോഷ് ഭവനിൽ PC ആനന്ദൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. ദി പെന്തക്കോസ്റ്റ് മിഷൻ സഭ സീനിയർ ശുശ്രൂഷകൻ. തിരുവല്ല പള്ളിപ്പറമ്പിൽ പരേതനായ പാസ്റ്റർ PA ചാക്കോ, മദർ പരേതയായ മറിയാമ്മ ചാക്കോ ദമ്പതികളുടെ മകനാണ്. മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ 8-ന് കുന്നംകുളം TPM വിശ്വാസഭവനത്തിൽ കൊണ്ടുവരും. തുടർന്ന് ശുശ്രൂഷകൾക്ക് ശേഷം 11:30-ന് കുന്നംകുളം വീനാഗേൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ സംസ്കാരം നടത്തും. സൂസന്റെ ഭാര്യയും ആശാ സുബിൻ മകളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓൺലൈൻ വഴിപാടുകളുടെയും ഡിജിറ്റൽ പണമിടപാടുകളുടെയും ഓഡിറ്റിൽ ഗുരുതരമായ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഡിജിറ്റൽ പണമിടപാടുകളുടെ കൃത്യമായ അക്കൌണ്ടിംഗ് ഉറപ്പാക്കുന്ന സംവിധാനം ദേവസ്വത്തിലില്ലെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പരാമർശം ഉന്നയിച്ചത്. ദേവസ്വത്തിന്റെ ഒരു തരി സ്വർണമോ വെള്ളിയോ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളോ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട വധശ്രമ കേസിലെ പ്രതി സ്റ്റേഷനിൽ കീഴടങ്ങി. കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പുന്നേർകുളം ചമ്മന്നൂർ മുണ്ടാറയിൽ വീട്ടിൽ മുഹമ്മദ് ഷിഫാനാണ് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അഴിമതി ആരോപണം. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പുളിച്ചിറക്കെട്ടുകുളം, ബ്ലാങ്ങാട് ബീച്ച്, മിനി വാഗമൺ പദ്ധതികളിൽ വൻ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷം. നഗരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആരോപണം വാസ്തവ വിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് നഗരസഭാ ചെയർമാൻ AH അക്ബർ. മലയാള നാടകവേദിയുടെ ചരിത്രത്തിൽ വഴിമാറി എഴുതിയ K. ദാമോദരന്റെ വിപ്ലവകരമായ പാട്ട് ബാക്കി ഗുരുവായൂർ ടൗൺ ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറി. 90 വർഷങ്ങൾക്ക് മുൻപ് രചിക്കപ്പെട്ട നാടകം വർത്തമാനകാല സാമൂഹ്യ സാഹചര്യങ്ങളുമായി ഇണക്കിച്ചേർത്ത് തികച്ചും നവീനമായ ദൃശ്യാവിഷ്കാരമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. കടവല്ലൂർ പഞ്ചായത്തിൽ നിന്നും കെട്ടിട നികുതി തട്ടിയെടുത്ത സംഭവത്തിൽ കൂടുതൽ തുക നഷ്ടപ്പെട്ടതായി സംശയം. സാമ്പത്തിക വർഷത്തെ കണക്ക് വിശദമായി പരിശോധിച്ചപ്പോഴായിരുന്നു സംശയം. തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്ന് നിഗമനം. തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.